ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു ട്രിവാൻഡ്രം ട്രിപ്പ് പോയാലോ, ഒരു കല്യാണത്തിന്. ലെറ്റ്സ് ഗോ ഗായ്സ്, ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും നമ്മളെ GT ഉണ്ട് കേട്ടോ കൂടെ, പിന്നെ നമ്മുടെ റൂഞ്ചറി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു കിണ്ണം കച്ച് വ്ളോഗായാലോ. അപ്പോൾ ലൈക്ക് അടിച്ചോ ഗായ്സ്. ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് വെറുതെ അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ഗെയിം തെറാപ്പിസ്റ്റിന് ഒരു ഹായ് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എന്താ തിരുവനന്തപുരത്തേക്ക് പോകാലോ. നമ്മുടെ ഗെയിമർ ബോയ് ഉണ്ട്, പിന്നെ GT ഉണ്ട്, ആൻഡ് നമ്മളെ സ്വന്തം ജെറി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നമ്മളെന്ത് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ് എങ്ങോട്ട്, തിരുവനന്തപുരത്തേക്ക്. നമ്മുടെ AKFന്റെ ഓണറായിട്ടുള്ള അമലർജുനും പിന്നെ ജീമ ചേച്ചിൻ്റെ കല്യാണമാണ്. കാറിലൊക്കെ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ മലപ്പുറത്ത് നിന്ന്, GT തൃശ്ശൂരിൽ നിന്ന്, ജെറി എറണാകുളത്ത് നിന്ന്, ആൻഡ് നമ്മുടെ GB കൊല്ലത്തുനിന്ന്. അപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്ത് ഓരോ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്ത് പോയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, തിരുവനന്തപുരത്തേക്ക് വണ്ടി അങ്ങ് എടുത്ത് ഗൈസ്. അങ്ങനെ നമ്മുടെ GBയുടെ പ്രഹസനം ജിമ്മനാണ് കാണിച്ച് നമ്മളെ കളിയാക്കണ്. ബട്ട് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് സഹിക്കാം, അതൊന്നുമില്ല, പറയാനൊന്നുമില്ല. വെറുതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 6 പാക്കൊക്കെ ഇവിടെ കാണുന്ന നമുക്ക് കാണാം. ട്രൈ പറഞ്ഞ ഡയലോഗൊക്കെ ഒന്നും ഉണ്ടാവില്ല, ഷോ ഓഫാണ്, ജസ്റ്റ് പേര് മാത്രം. അപ്പോൾ നമ്മളവിടെ എത്തിട്ടോ, തിരുവനന്തപുരത്ത് ഓഡിറ്റോറിയത്തിൽ എത്തി. അവിടെ കുറേ നമ്മളെ പ്രമുഖ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മളെ 11 പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെക്കനും പെണ്ണാത്ത ഫോട്ടോഷൂട്ട് ഷോ ഓഫ് ആട്ടോ അവിടെ നടക്കുന്നത്. എൻ്റെ മോനെ, നമുക്കൊക്കെ എപ്പോഴാണോ ഈ ചാൻസ് കിട്ടുക, എന്തായാലും സമയമായിട്ടില്ലല്ലോ, ഇങ്ങോട്ടല്ലോ ടൈം. അങ്ങനെ അതൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്തു, ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റുവട്ടമൊക്കെ നോക്കി. ഇതാണ് ഓഡിറ്റോറിയം കേസ്, ഏതോ ബിഷപ്പ് എന്നൊരു പേരാണ്, ഓർമ്മയില്ല, കുറേ കാലം ഇട്ടോ പോയിട്ട്. അങ്ങനെ നീണ്ട ഒരു സെഷൻ കഴിഞ്ഞ ശേഷം ലൈക്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്തതാണ് നമ്മുടെ പ്രഹസനാണ്, റെഡ് കാർപ്പറ്റ് കൂടെ നടക്കുക ചെക്കനും പെണ്ണും. അങ്ങനെ അവർ രണ്ടാളും നടന്ന് ആ കാലൊക്കെ കടിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ മതി അവസ്ഥയിലേക്ക് അവർ ചിന്തയിലപ്പം. പക്ഷേ അടുത്ത പണി ജെറി കൊടുത്ത് ഒരു ഡാൻസ് കളിച്ചിട്ടേ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോൾ അവരും കൊണ്ട് ഡാൻസും ചെയ്യിപ്പിച്ചു. അങ്ങനെ അവരെന്തൊക്കെയോ ട്രൈ ചെയ്തു. പക്ഷേ അവസാനം പറഞ്ഞു കാല് ചെരുപ്പ് ശരിയാവില്ല, നടക്കില്ല, ഡ്രസ്സ് ശരിയാണ് ഒക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി. അങ്ങനെ ആ പരിപാടി തീർന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കേണ്ടത് ഗീക്ക് ബോക്സിന് ഓണറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പാട്ട് കേട്ടോലോ. ആറ്റങ്കൈ, ഞാൻ ആറ്റങ്കൈ ആയിരുന്നു, നിങ്ങൾ വീഡിയോസിൽ കാണുന്ന ആറ്റങ്കൈ. അങ്ങനെ പാട്ടൊക്കെ ശേഷം നമ്മൾ ആറ്റങ്കൈ പ്രമുഖ യൂട്യൂബറും അവനും വന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയാണ്. ഫോട്ടോ ഒക്കെ എടുത്ത പക്ഷേ കുറച്ച് സൊല്ലലും സംസാരങ്ങളൊക്കെ ആയി. ചെക്കനും പെണ്ണിട്ട് ടെൻഷൻ ഉണ്ടോ, മറ്റേതാണ് മറിച്ചത്, എന്തൊക്കെയോ വളവള അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമുക്ക് ഓൾറെഡി ടെൻഷൻ തന്നെയാണ്, ഈ പരിപാടി പെട്ടെന്ന് തീരണമല്ലോ. അങ്ങനെ നമ്മൾ വയറ് ഗ്ലൂള് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് കഴിച്ച് സെറ്റായ ശേഷം നമ്മൾ ചെക്കന്മാരെല്ലാവരും കൂടി ഒരു ഹായ് പറയാനും ബായ് പറയാനും നോക്കുമ്പോൾ കുറച്ച് ടീംസ് വന്നു കയറിയത്. അപ്പോൾ അവരോടും കുറച്ച് സൊല്ലലും എടുക്കുമ്പോൾ ആറ്റങ്കൈ ഫിനിഷോ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അവർ ആ സമയത്താണ് നമ്മുടെ കപ്പിൾ മിസ്റ്റിനെ കണ്ടത്. അവരോട് ഹായും പറഞ്ഞു ബായും പറഞ്ഞു നമ്മൾ നേരെ തടി കലാസാക്കി ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ.